ചേട്ടായിയെ ഇക്ക മല കേറി അങ്ങ് അപ്പുറം വെറ്റില പാറയ്ക്ക് പോണം. അതിലെ പോണക്കി അത് വലിയ കുത്താ മല കേറിട്ടോ. ആ മല കേറി അക്കരക്ക് അപ്പുറത്തോ അപ്പുറം ഭാഗത്തേക്ക് വെറ്റില പാറയ്ക്ക് പോണം. അത് കൊറേ ദൂരണ്ട്. മലയാണത്, ഫുള്ള് മലയാണ്. ഇതിപ്പോ പോയമാരിക്ക് റോഡൊന്നുമല്ല, നമ്മളെ മലയെന്നൊക്കെ അവര് പറഞ്ഞത്. നമ്മളെ ബൊലീറോ നമ്മളൊപ്പം ഉണ്ടാവുമ്പോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെ പോകേട്ടായേ. വാ, എടങ്ങാറാണ്. സാരല്ല, പിന്നെ നമ്മളെ വണ്ടി ഇത് കേറൂലേ. നമ്മളെ ചങ്ക് നമ്മളൊപ്പം ഉണ്ടാവുമ്പോ എന്തിനാ നമ്മൾ ഇവിടെ തിരിച്ചു പോണ്? വാ ഏട്ടായി, നമുക്ക് അതിന്റെ പോകല്ലേ. പോണോ? പോണം, വാ. അത് കുന്നാണ്. നിങ്ങള് പറയും പോര്, പോയോക്കാം നമുക്ക്. അങ്ങോട്ട് പോക്ക് അത്രല്ലേ ഉള്ളൂ. നമ്മള് വണ്ടി മലയാണ്. അതിന്റെ അപ്പുറത്താണ് വെറ്റിലപ്പാറ, പിന്നെ അരീക്കോട് അങ്ങോട്ടൊക്കെ പോണത്. ആ അരീക്കോട് വെറ്റിലപ്പാറ പോയാ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും. പോയാല് ഇതിലെ പോണം. ഇതിലങ്ങ് എത്ര പോണറിയ എനിക്കിത് നടക്കല്ലല്ലോ. നമ്മളെ ചങ്ക് നമ്മളെ മുത്തിനും നമ്മളെ വണ്ടീനും കൊണ്ടല്ലോ പോണേ. ഇതിലെ പോണം. ഞാൻ പോകും. വീട്ടിക്കുന്ന് കാണണം പറഞ്ഞിട്ടല്ല ഇങ്ങോട്ട് പോകുന്നത്. വീട്ടിക്കുന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ, കണ്ട്. ഇനി എനിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെറ്റിലപ്പാറയ്ക്ക് പോകുക. ഇതിലെ വെറ്റിലപ്പാറയ്ക്ക് പോണം. ഇതിലെന്നെ പോണം. നടക്കുന്ന കേറി പിടിച്ചാ പോകാം. എത്ര ദൂരം ഉണ്ടെന്ന് തമ്പുരാനറിയാം. ഈ വഴിക്ക് ഞാൻ വെറ്റിലപ്പാറയ്ക്ക് പോയി ഇറങ്ങണ സ്ഥലമാണെന്ന് തോന്നേ. ആന ഇറങ്ങി അപ്പുറത്തേക്ക് ഇതിലെ ഇറങ്ങി പോയിക്കോളും. ഇതിലെ തന്നെ പോണം. കേറുന്ന പോവുക. മലയാണെന്നാണ് പറഞ്ഞത്. കുന്നും മലയും കേറിട്ട് തന്നെ പോണക്കി. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോ? സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. ഇല്ലെങ്കിൽ കുന്ന് കേറാനുള്ളതുകൊണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ എന്തായാലും ഇടാണ്. ഓരോ പ്രാന്ത് പിടിച്ചാ ഇതിലെ തന്നെ പോണം. ഞാൻ ഇതിലെ പോയിട്ടുള്ള വെറ്റിലപ്പാറ എന്ന് ഞാൻ കണ്ടിട്ടല്ല. ചില്ലറ തെണ്ണിപ്പല്ലട്ടോ. എത്രങ്ങാനും പോണം. നല്ല രസമായിരിക്കും മലേന്റെ മണ്ടേ കൂടെ അങ്ങനെ കേറൂലെന്നാണ് അവര് പറഞ്ഞത്. അവിടുന്ന് ആ കടയിൽ നിന്ന് അവര് പറഞ്ഞ കേട്ടത് ഇല്ല. റെഡിക്കാണ്ട് കേട്ടില്ല. റെഡിക്കാണ്ട് കേട്ടില്ല. ഇക്കില്ല എന്നെ പോണം. പോയിട്ട് പറ്റൂലെങ്കിൽ നമുക്ക് ഇത് തിരിച്ചു പോരാ. അങ്ങോട്ട് കാണിക്ക. ആ മലയാണ് കേറാനുള്ളത്. എയിലാണ് റോഡ് തമ്പുരാൻ അറിയാം. ഞാൻ ഇതില് വന്നിട്ട് വർഷങ്ങളായി. ഞാൻ ഇത് ഇവിടെ ഈ കുറച്ച് മേലെ വരട്ടെ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോ ഒന്നും പറയണ്ടക്ക്, ഒന്നും കേക്കണ്ട, ഒന്നും അറിയണ്ടക്ക് ഇതിൽ തന്നെ പോണം. ഇവിടൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ നട്ടുണ്ടാക്കുന്നുണ്ട്. കവുങ്ങോ ഇറിഗേഷന്റെ ഒക്കെ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ഉണ്ട്. ഇതൊക്കെ എന്താ സംഭവം? എന്താ ചെറിയ പഴയ ഇഷ്ടി കൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. ഇവിടെ ഇത് ആദ്യം റബ്ബർ തോട്ടായിരുന്നു. പണിക്കാരൊന്നും കൊണ്ടിരുന്ന സ്ഥലമാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിക്കാണ്ട് പോണ വഴിക്കല്. പിന്നെ റോഡ് റോഡ് കുഴപ്പമില്ലാത്ത റോഡാണ്. വന്ന വഴി കാണിച്ചു കൊടുത്താ അങ്ങനെയാണ് വന്നത്. ഇപ്പൊ ആന ഇറങ്ങണാണ്ടാജി കറണ്ട് കണക്ഷൻ ഇട്ടിട്ടുണ്ട്. കണക്ഷൻ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ചേട്ടാ എക്കില്ല തന്നെ പോണം. ഞാൻ കണ്ടിട്ടില്ലതിലേ. അവിടെ അങ്ങനെ ഒരു ബോർഡ് വെച്ചെങ്കിൽ ഇതിലെ പോയി കണ്ട് എന്തായാലും എക്കില്ല തന്നെ പോണം. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇക്കൊന്ന് വെറ്റിലപ്പാറ കാണണം. മലയാണിത്, മല. വീട്ടിൽ കുന്നുമൊന്ന് പോയിട്ടൊന്ന് വെറ്റിലപ്പാറ കാണണം. ഒന്നും പറ അങ്ങോട്ടോട്ടും പറയാല്ല. നോക്കിയാണ് റബ്ബർ തോട്ടം കണ്ടോ? കഴിഞ്ഞു. ഓ മല കേട്ടോ, മല. ഇറങ്ങിക്ക കാണിച്ചു കൊടുക്ക. ഏതായാലും ഇപ്പൊ പോണല്ലോ നമ്മള്. ഫുള്ളൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇറങ്ങി 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 എങ്ങനെ പോവുക നമുക്ക് അല്ലേ? വീഡിയോ കുറച്ച് ചിലപ്പോ നീളം ഉണ്ടാവും. നല്ല നീട്ടുണ്ടാവും അല്ലേ? ഓട്ടോക്കെ വരുന്നുണ്ടല്ലോ. പിന്നെന്താ നമുക്ക് പോണേന്? ഓട്ടോറിക്ഷ പുലി പോലെ വരുന്നുണ്ട് ഓട്ടോറിക്ഷ. നല്ല വൈബുള്ള സ്ഥലം. അങ്ങോട്ട് നോക്ക്, എവിടേക്കൊക്കെയാണ് ആവാ കാണുന്നത്. അങ്ങോട്ട് നോക്ക്, കൊറേ മലനിരകൾ കാണാം. ഇതൊക്കെ എവിടെയാണ് ആവാ കാണുന്നത്? ഓട്ടോക്കട കേറി വരുന്നുണ്ട്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. സംഭവം രസമൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ ഇഷ്ടപ്പെട്ടാണ്. ആ വണ്ടി കയറാത്ത സ്ഥലം കേറി കിട്ടിയാ പിന്നെ നമുക്ക് പ്രശ്നമുണ്ട്. കേറുമായിരിക്കും അല്ലേ? അത് കേറൂല. കേറണല്ലോ. എന്നാ വണ്ടി കേറി. ഇല്ലെങ്കിൽ നമ്മള് വണ്ടി കയറ്റും. ഓൻ പേടിച്ചു പോകുന്നുണ്ട്. പോലീസ് ഇപ്പൊ നേരിച്ച് നിർത്തിയടെ. പെരും ചൂടാണല്ലോ. ശരി ശരി. ആ
ഓട്ടാണ്ട് കേറിപ്പോയി. അതങ്ങ് മേലെത്തി. പുഷ്പം പോലെ കേറിപ്പോണ്ടല്ലോ. അല്ല വണ്ടിയിലാരും ലോഡില്ല. പണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഇതിലെയോ? വണ്ടിയൊക്കെ ബോലിയർ മുത്തുമണി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു വിഷയമല്ലോ കേട്ടോ. പേടിക്കണ്ട, ധൈര്യമായിട്ട് പോകാം. ഇനിയിപ്പോ ടയർ പഞ്ചറാകെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. ഇതൊക്കെ ഇവിടെ വീടുകളുണ്ടോ, അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്. ഇവിടെ 2 റോഡുണ്ടല്ലോ. ഇത് അങ്ങോട്ട് വീട്ടിലോട്ടായിരിക്കും അല്ലേ? അതാണ് മൗലാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ്. വരുന്ന വണ്ടി ആ വണ്ടിക്ക് വരുന്നതായിരിക്കും. ചോറയൊന്നുമില്ല തോന്നല്ലോ. അവര് പറഞ്ഞ് പേടിപ്പിച്ചതാ, എന്താ അറിയില്ല. റബ്ബർ തോട്ടങ്ങളാണ് ഞങ്ങളെ മൊത്തം. അപ്പുറത്ത് ഇപ്പുറത്ത് റോഡിന്റെ അപ്പുറം ഫുള്ള് റബ്ബർ മരങ്ങളാണ്. റബ്ബർ മരങ്ങളുടെ ഒരു ചാകര തന്നെയാണ് പറയാം. റബ്ബറോണ്ട് ഒരു ചെറിയ കളിയാണ് ഇല്ലേ അല്ലേ ഫുള്ള്. നമ്മളിപ്പോ നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വെക്കാണ്. സ്ഥലം എവിടെയാന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. സ്ഥലം നമ്മളെ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ മമ്പാട് പഞ്ചായത്തിൽ വീട്ടിക്കുന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്താ ഇവിടെ അംഗനവാടിയാണോ? എന്താ അറിയില്ല, അംഗനവാടിയാണോ? അംഗനവാടിയാണ് തോന്നുന്നുണ്ട്. അവിടെ കുട്ടികളുണ്ടല്ലോ. സംഭവം അറിയില്ല. പോട്ടെ. പുത്തൻ പുതിയ വീടുകൾ പണി നടക്കുന്നു. കാറൊക്കെ ദേ വരുന്നു. പയ്യന്നൂരത്തെ വണ്ടിയാ. കേരള 84 എവിടെയാ? 86 പയ്യന്നൂരാണോ അല്ലേ? ബോഗൺവില്ല. പെട്രോൾ ഡീസൽ ഉണ്ടാകുമോ? ഡീസൽ ഉണ്ടാകേണ്ടതാണ്. എല്ലാ പാർട്ടി ഉണ്ടല്ലോ ഇവിടെ. BJP ഒക്കെ ഉണ്ടല്ലോ. BJP ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസിന്റെ കൂടി ഉണ്ട്. എല്ലാരും ഉണ്ട് അല്ലേ? എല്ലാരും ഒന്നിച്ച് പോട്ടെ അല്ലേ? വീടുകളൊക്കെ ഉണ്ട്. ഉരുളുപൊട്ടി വന്ന ഇതാണോ കല്ല്? പണ്ട് ഞാൻ പണ്ടെടുത്ത സ്ഥലം കൊണ്ടേ കാണിച്ചപ്പോ സ്ഥലം എടുക്കണില്ല. കണ്ടോ കാണിക്കുന്നുണ്ടോ? ചേട്ടായി ഞാൻ വേറൊരു സംഭവം കണ്ടവിടെ. അരിനെല്ലിക്ക കുനുകുനാ ഉണ്ടായത്. ഒന്ന് സൈഡാക്കാം, നമുക്കൊന്ന് നോക്കല്ലേ. ആരതോ വീടിന്റെ മുറ്റത്തുള്ളതാണ്. അത് തരൊന്നുമില്ല, തരണ്ട, ഒന്ന് കാണാൻ കാണിച്ചു കൊടുക്കാം. അരിനെല്ലിക്ക ആണ്. അയ്യടി അരിനെല്ലിക്ക. സൈഡാക്കാം. ചോട്ട് വണ്ടി നിർത്തിക്കണേ. ഒന്ന് കാണിച്ചു തരാട്ടോ. ഒരു വീടിൻ്റെ മുറ്റത്ത് നിറയെ കൊലയായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ മേടിക്കാൻ പോകുന്നല്ല കേട്ടോ. കണ്ടോ, ഇതാണ് അരിനെല്ലിക്ക പറഞ്ഞ സാധനം. അത് അരിനെല്ലിക്കൊന്നുമല്ല, നെല്ലിക്കാണത്. അരിനെല്ലിക്കാണ്. ആയോന്നറിയില്ല. ഏതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനും നമ്മളെ ചങ്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനും. നല്ല കാറ്റുണ്ട്, വെയിലിന് ചൂടില്ല. പോലെ ഇവിടുന്ന് അങ്ങനെ കാണാനൊന്നുമില്ലല്ലോ. അവിടുന്ന് മേലെ നല്ല സീനറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മേലേക്ക് പോയേക്കാം. അങ്ങനെ സാധനം കണ്ടപ്പോ ഭയങ്കര ഒരു ഇത് ഇപ്പൊ നോക്കാൻ പോയതാ. ഇതാണ് ഇതിന്റെ ചങ്ങായി കടന്ന അലറാണ്. സീറ്റ് ബെൽറ്റ് ഇടാനല്ലേ അടങ്ങേറതിന്. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴൊക്കെ ഉണ്ടെങ്കിലേ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊറേ വീടുകളുണ്ട് അല്ലേ? മുകളിലോട്ടൊക്കെ എൻ്റെ വീടുകളൊക്കെ ഉണ്ടല്ലോ. പുതിയ വീടിന്റെ പണി അവിടെ നടക്കുന്നുണ്ട്. എംബ്രൊക്കെ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണേ. കയറ്റമായി. ഇപ്പൊ അങ്ങ് അക്കരെയുള്ള മലേന്റെ അതും ഇതും സെയിം പിച്ചായി നമ്മള് ഹൈറ്റ്. ഇവിടുന്ന് നോക്കുമ്പോ കറക്റ്റിനുണ്ട്. ബാലൻസ് പോകും കയറ്റം കഴിഞ്ഞാണോ?
കൊക്കാണ് അപ്പുറം അല്ലേ? ആ മല കയറി കഴിഞ്ഞല്ലോ, കഴിഞ്ഞോന്നാണ് തോന്നണത്. മല കയറി കഴിഞ്ഞിട്ടൊന്നുമില്ല അവിടേക്ക്. ആ മല ഞാൻ പറഞ്ഞത് മല അത്. ആ നമ്മള് താഴ്ന്ന് കണ്ട മലയാണ്. അതിന്റെ സൈഡിൽ കൂടെ റോഡ് വെട്ടിയിരിക്കണത്. പണ്ട് ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ നടന്നിട്ടോ ജീപ്പിന്? റോഡൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ ജീപ്പിനോ അങ്ങനെ എന്തൊക്കെയാ വന്നത്, നടന്നിട്ടോ എന്തൊക്കെയോ പരുവത്തിന് വന്നിട്ടോ. താഴെ അപ്പുറം വലിയൊരു ചോലുണ്ട് കേട്ടോ, കാട്ടുചോല, തോട് പോലെ വലിയത്. മഴക്കാലത്ത് വരണട്ടെ കൊല്ലം, മഴയത്ത് വരണ നല്ല സ്റ്റൈലുണ്ടാവും. കുഞ്ഞാപ്പ് നടക്കണേ എവിടെ പോണേ? കുഞ്ഞാപ്പുകാക്കാണ് കേട്ടോ. കണ്ടോ? ഞങ്ങള് വീഡിയോ എടുക്കാൻ പോവാ. റോഡ് അല്ലതാ? ഇനിയിപ്പോ അതിൽ കൂടെ ഒന്ന് പോട്ടെ. റോഡ് നല്ലതാ? എവിടെ കയറ്റുണ്ട് പറഞ്ഞ്? കഴിഞ്ഞോ? ഈ കയറ്റ അവര് കേറൂല പറഞ്ഞത്? പോയോക്കട്ടെ, പോയിന്നെ കാണാ. തോട്ടം നോക്കാൻ പോയതാണല്ലോ. ആടേട്ടായി അവിടെ ഒരു കടന്നൽക്കൂട് വലുതാ ചെറുത് പേടിയാ. ആ ചങ്ങായി അതിലങ്ങനെ നടക്കണ്ട്. അതില് ചങ്ങായി ഇറക്കണ്ട്. അവർക്കത് വിഷയമൊന്നും ഉണ്ടാവില്ല. എനിക്ക് പേടിയാ മകളെ, കടന്നല് എന്നുള്ള പേര് ഞാൻ കേൾക്കുമ്പോണ്ടല്ലോ. ഒരു ഇല പോലും ഇല്ലാത്ത മരത്തുമലേ കടന്നല്ലോ കൂട് കൂട്ടിയത്. ആ സാധനം ഇപ്പൊ എവിടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് കാണും. അതിന്റെ വൺ ഡേഞ്ചർ ഏരിയ ആണല്ലോ. ഇങ്ങോട്ട് വന്നപ്പോ ഫുള്ള് ഇങ്ങോട്ട് കശുമാവും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. കശുമാവ്, മാവ്, പ്ലാവ്. പേടിയാകുന്നു. നല്ല ഹൈറ്റുള്ള സ്ഥലം തന്നെ അല്ലേ? റിസോർട്ടൊക്കെ പറ്റുമോ? റിസോർട്ടിനും ഹോം സ്റ്റേക്കും ഹട്ടുകൾക്കൊക്കെ പറ്റും. നല്ല നല്ല ഹൈറ്റ് ഉള്ള വ്യൂ ഉള്ള സ്ഥലമാണ്. അല്ല ഇവിടത്തെ ഇനി ഒരു കയറ്റം കൂടി ഉണ്ട് തോന്നുന്നു ഇവിടെ. കുന്നാണ് മലയാണെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോ ഒരു കയറ്റം കഴിഞ്ഞു, ഇനിയും കയറ്റം ഉണ്ടാവുമോ? ഉണ്ടാവും തോന്നുന്നുണ്ട്. ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ആ അപ്പൊ ഇവിടുന്ന് ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് അല്ലേ? പഞ്ചായത്ത് കഴിഞ്ഞു. കൊറേ ലോഡ് കണക്കിന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നമ്മളെ പഞ്ചായത്ത് കഴിഞ്ഞല്ലോ. അതുവരെ കോൺക്രീറ്റ് ആയിരുന്നു അല്ലേ? അവിടെ നിന്നിട്ട് ടാറിങ് ആയി. ഇങ്ങോട്ട് റബ്ബർ ഇല്ലേ? ഇപ്പോഴും പാറയല്ലേ? പാറയുള്ള പ്രദേശമാണ്. മുളം കൂട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാം. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവര് വെറുതെ പറഞ്ഞു. അവര് ചിലപ്പോ സ്കൂട്ടിക്കായിരിക്കും പോകുന്നത്, അതുകൊണ്ടായിരിക്കും പറഞ്ഞത് ആ കയറ്റമാണ് വണ്ടി കയറുകയെന്നൊക്കെ പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല ഫുള്ള് പച്ചപ്പുണ്ടല്ലേ? അങ്ങോട്ട് നല്ല പച്ചപ്പ് കാണാണ്ട് മൊത്തത്തില്. അങ്ങോട്ട് ഫുള്ള് വളവാണല്ലോ. വളവാണ്. രസമുണ്ടല്ലേ രസമാണല്ലോ. മഴക്കാലത്ത് വന്നാൽ നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാല് ഇങ്ങനെ ഈ അവിടെയും തോടുണ്ട്, തോടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാട്ടരുവി, നാടൻമാങ്ങ ഉണ്ടല്ലോ കൊറേ. പോയേക്കണോ? ഞാനായിട്ടില്ല തോന്നണത്. ഇല്ല, പഴുത്തിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാ കിട്ടും. നല്ല മാമ്പഴ പുളിശ്ശേരി അല്ലേ? എന്താണ് നാഗത്തറയോ? ആ അവിടെ നാഗത്തറ.
പിള്ളേരെ ആഘോഷം കേട്ടോ. ഇവിടെ എന്താ സംഭവം? കടകളൊക്കെ വിൽക്കലൊക്കെയാണ്. മുട്ടായിയാണ്. മുട്ടായി വാങ്ങണം. 2 മുട്ടായി വാങ്ങിയാൽ നമുക്ക് ചില്ലറ ഉണ്ടായില്. ചില്ലറ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഗൂഗിൾ പേ ഉണ്ട് വെച്ചോക്കാം. പിള്ളേർക്ക് ഗൂഗിൾ പേ ഉണ്ടാവോ? പോയോക്ക്. ഒരു തേൻ മുട്ടായി പോലത്തെ മുട്ടായി ഉണ്ട്. ചില്ലറ പോയോ പിള്ളേര്? പോയി കാണും. പോയോ? പേടിച്ചിട്ട് വണ്ടി കണ്ടിട്ട് പിള്ളേരെ പിടുത്തക്കാരാണ് വിചാരിച്ചു. ബാ 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 ആയിട്ട് പേടിച്ച് പോയതാ. അന്റെ പിള്ളേർ അങ്ങ് പോയി നിക്കണ്. വേണ്ട വരൂല. ആയിട്ട് പേടിയായിരിക്കും. വരുന്നില്ല. വേണ്ട പോയിട്ട് നമുക്ക് പേടിയായിരിക്കും. പേടിയായിട്ടാണ് വരാതെ നിൽക്കണേ. വണ്ടി നിർത്തിയപ്പേ പ്രത്യേകിച്ച് നമ്മളത് വലിയ വണ്ടിയും കൂടിയല്ലേ. 2 പിള്ളേരുടെ റോട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുക കച്ചവടം ചെയ്യാൻ വേണ്ടി. പേടിച്ചിട്ട് ഓടി. വണ്ടി കുറച്ച് മുന്നിക്കാണ്ട് ചെന്നിട്ട് വണ്ടി നിർത്തിയല്ലോ. പിന്നെ റിവേഴ്സിൽ വരേണ്ടപ്പോൾ ഐറ്റങ്ങളോണ്ട് ഓടി. നമ്മളെ വെറുതെ ആയിട്ടുള്ള പേടിപ്പിക്കണ്ടല്ലോ. നമ്മളെ പിള്ളേരെ പ്രായമല്ലേ ഉള്ളൂ അല്ലേ. കുഞ്ഞു പിള്ളേര് കച്ചവടമൊക്കെ തുടങ്ങി പഠിക്കട്ടെ. അങ്ങനെ നമ്മൾ ഓടക്കയത്തെത്തി. ഓടക്കയം. ഓടക്കയം സാംസ്കാരിക നിലയം നവജ്യോതി ക്ലബാണോ അത്? നവജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. നമ്മളെ ചെറുപുഴത്. അതിന് ഞാൻ എവിടെയോ മൂത്തിട്ടില്ല കേട്ടോ. ഇല്ല. അനക്കെല്ലാം കണ്ടാ അറിയാലേ ചക്ക ഇതാക്കണോന്നുള്ളത്. ചെറുതല്ലേ, വലിയതായില്ലല്ലോ. ഇതൊക്കെ വേറെ മോഡല്. ഇത് കുറച്ച് വലുത്. പല ഷേപ്പിലുള്ള ചായക്കട ഉണ്ടല്ലോ. കഴിക്കാനൊക്കെ ഉണ്ട്. ഈ റോഡ് എങ്ങോട്ടാ? അങ്ങോട്ട് വേറെ റോഡുണ്ടല്ലേ. പല ഭാഗത്തോട്ട് റോഡുകളുണ്ട്. ഒപ്പാണ് കൂടിക്കോളി, കാസർഗോഡ്, കണ്ണൂര്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലേന്റെ ഒക്കെ ഇതേമാതിരിക്കുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അല്ലേ. പിന്നെ കുറഞ്ഞ വിലന്റെ സ്ഥലങ്ങളൊക്കെ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. നമ്മളെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ വിലക്കുള്ളതും നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ചുള്ള വിലക്കൊക്കെ ഉള്ളത്. 8 ലക്ഷം റുപ്യന്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നാളെ ഇപ്പൊ നമ്മളൊരു 11 ലക്ഷം റുപ്യ ഏക്കറിന് 11 ലക്ഷം റുപ്യ ഒരു നല്ലൊരു കിണ്ണം കഴിച്ചൊരു പ്ലോട്ട് ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയ അടിപൊളി ഒരു പ്ലോട്ട് നമ്മൾ നാളെ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ചാനലിൽ സ്ഥിരമായിട്ട് കാണുക, വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. എന്നിട്ട് അതിന് ശേഷം നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് പണിയാണ്. കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ ഓണർമാരെ നമ്പർ ഇടുന്നതാണ്. നമ്പർ ഇടലുണ്ട്. വേറെ കാര്യം പറയാൻ വെച്ചാൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം കറക്റ്റ് ഡീറ്റെയിൽ നമ്മളോട് പറയാ. അപ്പോഴേ നമുക്ക് അതിന്റെ കറക്റ്റ് നമുക്ക് എന്താ വെച്ചാൽ ഏകദേശം ഒരു 10,900 ചില്ലാൻ 1000ന്റെ അടുത്താകാനായി വീഡിയോകൾ ഇട്ടിട്ട്. അപ്പൊ ഇത് ഏതാ സ്ഥലം, ഇല്ലെങ്കിൽ ഇത് ചെറുപുഴയിൽ ഇത് ഏതാ സ്ഥലം, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിയില്ല. പരീക്ഷണത്തിന് നമ്മളെ വിളിക്കരുത്. വീഡിയോ കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ പിന്നെ പ്ലോട്ട് ID നമ്പറും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നോക്കിയിട്ട് പറഞ്ഞുതരാൻ പറ്റും. മറ്റേത് നമുക്ക് പറയാൻ അറിയില്ല. കുറേ വീഡിയോ ഇടുന്നുണ്ട്. ഓണറെ വിളിക്കുക. വീഡിയോ ഇടുന്നുണ്ട്, റീൽ ഇടുന്നുണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് കണ്ടത് ഏതെന്ന് ചോദിക്കുമ്പോ കണ്ടത് ഉണ്ടാവില്ല. കഴിയണ ഓണറെ വിളിക്കട്ടോ. അതായത് വീഡിയോയിൽ അതായത് ഓണർമാരുടെ നമ്പർ ഉണ്ടാവും. സ്ഥലം കാട്ടി കൊടുക്കും. അപ്പൊ നമ്മൾ കൊറേ ഇങ്ങോട്ട് എത്തിയപ്പോ താഴത്തേക്ക് ഇറക്കൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഇങ്ങനെ ലാസ്റ്റ് ആയില്ലേ ഇറക്കം, കുറെ ഇങ്ങോട്ട് എത്തി. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ഒക്കെ നോക്കി വിളിച്ചോളി. നമുക്ക് ഇനി ഇതിലെ തിരിച്ചു പോകണോ അതോ അപ്പുറം വഴി പോകണോ? അതെല്ലാം അടിപൊളി റോഡാണല്ലോ. നല്ല റോട്ടുമ്മക്ക് എത്തിയല്ലോ. ഇതിൽ തന്നെ അങ്ങോട്ട് പോകാം. ഇതിനിപ്പോ നല്ലൊരു ഏരിയക്ക് എത്തിയല്ലോ നമ്മള്. വലിയ റോഡ്, കൊറേ വീടുകളൊക്കെ ഉണ്ടല്ലോ ഇതില്. ഇനിയിപ്പോ നമ്മള് നേരെ വെറ്റിലപ്പാറയ്ക്ക് എത്തുന്നേ. അങ്ങനെ നമ്മള് വീട്ടിൽ കുന്നുമെന്ന് വെറ്റിലപ്പാറക്കണ്ട് പോകാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിലണ്ട് പോയിങ്ങാണ്ട് വെറ്റിലപ്പാറ കാണണം. സ്ഥലം കാണുക, ഈ ഒരു ഏരിയയിലെ സ്ഥലങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ വീഡിയോ എടുക്കുക, ചാനൽ അപ്ലോഡ് ചെയ്യുക, കച്ചവടം നടത്തുക. ബസ് ഓടക്കയം, അരീക്കോട്, ഓടക്കയം. എന്റെ ഏരിയയിൽ പൊട്ടിയോ നമ്മളതോ? ആടുന്നുണ്ട്.
ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോ സൂക്ഷിക്കുക, കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഏരിയകളിലൊക്കെ നിങ്ങളെ വീടോ സ്ഥലമോ ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളി. പരസ്യം ചെയ്തിട്ട് വിൽക്കാൻ കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മള് പരസ്യം ചെയ്താണ് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഓടക്കയത്തിന്റെ ഒരു ഫോട്ടോ എടുക്കാം അല്ലേ? ഓടക്കയത്തെത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് മഴക്കാരന്റെ ഒരു മൂടലുണ്ടല്ലോ, മഴ മൂടൽ അല്ലേ? പെയ്യുന്നാ തോന്നണ കേട്ടോ, പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. അല്ല നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോയാലോ? ചേട്ടായിയെ നമ്മള് വെറ്റിലപ്പാറ കണ്ടില്ലല്ലോ. എത്തിയിട്ടെല്ലാം തിരിഞ്ഞു പോവാ ചേച്ചി, നടക്കൂലപ്പത്. എന്താ ചേട്ടായി 7 കിലോമീറ്റർ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പെരക്കെത്തും. ഊൺ, കഞ്ഞി, കപ്പ, പൊറോട്ട, ദോശ, എന്ത് വേണം? ഒന്നും വേണ്ട. ഇവിടുന്ന് കൊറേ ദൂരം പോണം ഇനി വെറ്റിലപ്പാറക്ക്. പോയൊക്കെ ഏതായാലും ഇപ്പൊ പോയില്ല ഉള്ള ഇത് വേണ്ടല്ലോ. ഇതുവരെ എത്തിയില്ലേ? വീടുകളുണ്ടല്ലേ? പോകാത്ത വഴിക്ക് പോകുമ്പോ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാലോ. കാണാം, പോകാം, കണ്ട് പോവാം, ചോദിച്ച് പോവാം. നല്ല വളവാ, നല്ല വളവ്, കൊടും വളവ്. ഇതൊക്കെ ബസ് കയറി വരുന്നത് അട്ടങ്ങാറ് തന്നെയാവും അല്ലേ? റോഡ് അടിപൊളി. മറ്റേ ഓടക്കായം വരെയുള്ള ബസ്സാണ് ഇപ്പൊ പോയത് അരീക്കോട്ടൊന്ന് വരുന്നത്. റോഡ് നല്ല അടിപൊളി റോഡാണല്ലോ. കൃഷി ഇവിടെ മെയിന് നല്ലൊരു പച്ചപ്പുള്ള ഒരു ഏരിയ ആണല്ലോ ഇവിടെ. ഇങ്ങനെ അല്ല ഇതല്ലേ? ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പണ കണ്ടില്ലേ? പറമ്പൊക്കെ മൊത്തം പച്ച പിടിച്ചാവും. അങ്ങോട്ടൊക്കെ ചക്ക അറിയേ. ഇത് ജാതിത്തോട്ടം ദേ, ഇവിടെ കൊറേ ജാതിത്തോട്ടം. ഇങ്ങോട്ട് ആനന്റെ പ്രശ്നമൊന്നുമില്ല. ഉണ്ട് നല്ലൊരു ഏരിയ ആണല്ലത്. എല്ലാം ഇഷ്ടപ്പെട്ടു. നിരപ്പ് മാത്രല്ല അല്ലാതൊക്കെ ജാതിയൊക്കെ പറമ്പിന് തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ജാതി സ്ഥലം, പച്ചപ്പ് നിറഞ്ഞ. കൃഷികളൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാവുന്ന ഏരിയ കേട്ടോ. മൊത്തത്തിൽ അങ്ങനെയാണ്, എന്ത് സാധനം ഉണ്ടാവും. തീവണ്ടി നല്ല ഇതൊരാളെ തോട്ടം തന്നെ. എത്ര ഏക്കർ കണക്കിനുണ്ടോ? കൊറേ ഉണ്ടല്ലോ. അല്ല വേറെ വേറെ ആയിരിക്കും. ജാതി തന്നെയാണല്ലോ, ഫുള്ള് ജാതിയാ. എന്താ കയറ്റാണോ? റോഡ് ഇങ്ങനെ കേറി പോണ്. പേടിയ ഇവിടെ ചൊറയൊന്നുമില്ല. ഇവിടെ നല്ല ഏരിയ. സ്നേഹമതിലാണ്ട് പൊളിഞ്ഞു പോകുന്നുണ്ട്. പൊളിയുണ്ടോ? അടർന്നു പോകണ്ടല്ലേ? അത് ക്രഷറായിരുന്നു കേട്ടോ. സമ്മർദ്ദം മൂലം നിർത്തിയതാ ആൾക്കാരുടെ. അങ്ങ് മല. സൂപ്പറാട്ടോ, രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് വീടുകളില്ലല്ലേ? നമ്മളവിടെ കണ്ട മാതിരിക്ക് വീട്ടിൽ പോരുന്ന റോഡ് പോലെ അല്ലേ? റോഡ് തീർന്നോ? അങ്ങ് ദൂരെ വരെ മൊത്തം കാണാ ചേട്ടായിയേ. കൊക്കയുടെ സൈഡിൽ കൂടെയാണ് പോണത്. താഴെ കൊക്കയാണ്. താഴത്തേക്ക് ചേട്ടായി നോക്കണ്ട കേട്ടോ. പുഴ തോടെന്താണ്? എവിടെ എത്തിന്നൊരു പിടുത്തമില്ല, സ്ഥലപ്പേരൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇന്ന സ്ഥലത്ത് എത്തിന്നൊന്നും പറഞ്ഞുതരാത്തത്. റബ്ബറുണ്ട് കുറച്ചുള്ളല്ലോ. അല്ല ഇങ്ങോട്ടും ഉണ്ടല്ലോ അല്ലേ? റോഡിന്റെ താഴത്തേക്കും ഫുള്ള് റബ്ബർ തന്നെയാ. ഇങ്ങോട്ട് ഫുള്ള് റബ്ബറാണല്ലോ. ഗ്രാനൈറ്റ്സിന്റെ ചെറുപാറ ഗ്രാനൈറ്റ്സ്. എനിക്ക് വിശക്കണു. സമയം എത്രയായി? 12:20. ഒരു ആവേശത്തിന്റെ പുറത്താണ് പോകുന്നതാണ്. ആണ്. അതിപ്പോ എന്താച്ചാലേ ഇങ്ങനെ പോരാൻ തോന്നിയ എന്താ അറിയോ? ഞാനിപ്പോ നമ്മളെ നാട്ടില് കോടായിക്കല്, വീട്ടിക്കുന്ന്, കരിക്കാട്ടുകൊണ്ട് അങ്ങനത്തെ പേരുകളൊക്കെ കേട്ടിട്ടുള്ളൂ. വീട്ടിക്കുന്നുമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ ഈ റോഡിനാണ്ട് പോയാൽ വെറ്റിലപ്പാറക്ക് എത്തും.
എന്നാട് കണ്ടപ്പോൾ അങ്ങനെ ഒരു പൂതി ഒരു ഇതിലെ പോയാക്കിയാലോ എന്നാല്. സംഭവം അത് അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. അത് കാരണം വെച്ചാല് ഒരു ഉണങ്ങി കിടക്കണ ഒരു സ്ഥലം പോലും ഇല്ലല്ലോ. അത് നല്ല സ്റ്റൈല് സ്ഥലം, കിലോമീറ്റർ കണക്കിന്. നമ്മള് വീഡിയോയിൽ കാണുമ്പോ തന്നെ മനസ്സിലാവും അല്ലേ. പച്ച വിരിച്ച് കിടക്കണ കൃഷി സ്ഥലങ്ങളാണ്. എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് സ്ഥലങ്ങൾ എടുത്തോളെ. മഴ കിട്ടിണ്ടോ? അത് മഴ കിട്ടിയോ? ചിലപ്പോ അങ്ങോട്ട് മഴ കിട്ടി കാണും, അതാവും. മറ്റേ ഇത് കരിങ്കല്ലിന്റെ ഏരിയ ഉണ്ടോ? കരിങ്കല്ലും ഉണ്ട് ഇഷ്ടം പോലെ അങ്ങോട്ടൊക്കെ അല്ലേ. അങ്ങോട്ടൊക്കെ ക്രഷർ തുടങ്ങാൻ പറ്റും, ക്രഷർ തുടങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ വീടുകളിലോണ്ട് ചൊറയാവോ? മൊത്തത്തിലൊരു പാറമയാണ്. വെറ്റില എന്താ സ്ഥലത്തിന്റെ പേര്? വെറ്റിലപ്പാറ. അപ്പൊ ആ വെറ്റില എന്നുള്ളത് എന്തോ നല്ലൊരു വീടുണ്ടല്ലോ, സൂപ്പർ വീട്. വീടുകൾ കുറേ ആയി. എന്തുകൊണ്ടായിരിക്കും പേര് വന്നത്? വെറ്റിലപ്പാറ. ആരേലും പാറപ്പുറത്തോണ്ടേ വെറ്റിലാട്ടോ. അതൊക്കെ ഇതാണ് പാറ മയമാണ്. ആ മല മൊത്തം ഇങ്ങോട്ട് വലിയ വീടുകളുടെ ഏരിയ ആയി തുടങ്ങിയല്ലോ. കൃഷി ഏതായാലും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ അല്ലേ. അടമാങ്ങയാണ്. കിണറിലെ പാറ ഉണ്ടോ? കിണറ്റില് പാറകളുണ്ട്. ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ വീടുകൾ വെക്കും. വീടുകളുണ്ട് കേട്ടോ, നല്ല കിടിലം വീടുകളുണ്ട്. എനിക്ക് ഫുള്ള് ജാതിയാണ് മെയിനും. ഉണ്ടാവും ജാതിക്ക് പറ്റിയ മണ്ണുള്ള സ്ഥലം, ജാതിക്ക് പറ്റിയ സ്ഥലം. കാലാവസ്ഥ പുറത്ത് അങ്ങനെയായിരിക്കും ചിലപ്പോ. ജാതിക്ക് അവിടുന്ന് മേലെ മുതൽ ഇതുവരെ ജാതിയില്ല. നമുക്ക് നമ്മളെ പറമ്പിൽ കൊണ്ടേ ജാതി വെക്കണം നമുക്ക്. പക്ഷെ ഇനി നല്ല വെള്ളമാണെന്ന് തോന്നുന്നു. നനക്കണല്ലേ? ഇവിടുത്തെ പോലത്തെ മണ്ണല്ല നമ്മളവിടുത്തെ. അക്കരെ മൊത്തം റബ്ബറാട്ടോ അല്ലേ? അങ്ങോട്ട് വീടുകളും തോന്നുന്നുണ്ട് റബ്ബറിന്റെ ഇടയ്ക്ക്. സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് വെറ്റിലപ്പാറ സ്കൂളുണ്ടല്ലോ. സ്കൂള് കോമ്പൗണ്ട് ഇതാണ് ഹോളി ക്രോസ് കോൺവെന്റ്. അപ്പൊ ഇതിപ്പോ വെറ്റിലപ്പാറ എത്തിയോ? വെറ്റിലപ്പാറ ടൗണിലോട്ടാ തന്നെ. ഞാൻ ആദ്യമായിട്ട് വരാം അങ്ങോട്ട്. വെറ്റിലപ്പാറ ഉള്ളു ജാതിയാണ് മഴ. പഴുത്താണ്ട് അതേ തന്നെ കടന്ന് ഉണങ്ങണ്, പഴുത്ത് വീഴാൻ തുടങ്ങി. എങ്ങോട്ടാ ലോറി പോണ്? പ്രഷറിലോട്ട്. ആ ഗ്രാനൈറ്റിന്റെ കണ്ട അങ്ങോട്ടാണോ? അങ്ങോട്ടാന്നൊക്കെ അവിടേക്ക് ഫുള്ള് റബ്ബറാ ഉണ്ടോ? ടാപ്പിങ്ങിനൊക്കെ ആളില്ലെങ്കിൽ വിളിച്ചോളേ. രസമുള്ള വീടാണല്ലോ. ഉള്ളില് അങ്ങനെ വീട് വേണം. അവിടെ വെറ്റിലപ്പാറ ഉണ്ടോ? അങ്ങനെ വെറ്റിലപ്പാറ എത്തി കണ്ടല്ലേ? തിരിച്ചു പോവല്ലേ? ഇനി അങ്ങാടി കൂടിയും കാണണം. അങ്ങാടി കണ്ടില്ല. വെറ്റിലപ്പാറ അങ്ങാടിക്കാണ് ഇന്ന് നമ്മൾ പോണത്. പള്ളി, ക്രിസ്ത്യൻ പള്ളി അടക്കണ്ടല്ലേ? അപ്പൊ ചങ്കൾ നമ്മൾ വെറ്റിലപ്പാറ ടൗണിലാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. ലോട്ടറി വെറ്റിലപ്പാറ ടൗണിന്റെ സമീപത്തു കൂടെയാണ് നമ്മൾ ഇങ്ങനെ പോണത്. സമീപത്തല്ല, ടൗണിന്റെ ഹൃദയഭാഗത്ത്. ചങ്ങായി തിന്നത് മാങ്ങ ജയിലും പോയി പെറുക്കി ഇറങ്ങി അടിച്ചു കൊണ്ടുവരണാവും. ഞാൻ ആദ്യമായിട്ട് കാണാൻ വെറ്റിലപ്പാറ. നമ്മളിതിൽ വരലില്ലല്ലോ. ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണാം.
അപ്പൊ നമ്മളെ ചങ്കൾ ആരെങ്കിലും വെറ്റിലപ്പാറ ഏരിയയിൽ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾ എവിടെയാന്നുള്ളതൊക്കെ. ഇതാ സ്കൂളാണ് ഇട്ടേ കാണുന്നത്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഗവൺമെന്റ് ഹൈസ്കൂള് വെറ്റിലപ്പാറ ഹൈസ്കൂളാണ്. ഈ ഏരിയകളിൽ വീടോ സ്ഥലമോ പ്രോപ്പർട്ടികളോ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ, പരസ്യം ചെയ്തിട്ട് വിൽക്കാനുണ്ടെങ്കിൽ സ്വർഗ റിയൽ എസ്റ്റേറ്റിൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അല്ലേ. 98 95 18 18 86 നമ്മളെ നമ്പർ. എല്ലാവരും വിളിക്കുക, സ്ഥലം വിൽക്കാളൂല്. നമുക്ക് ഇനി എങ്ങോട്ട് പോകും? വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോകാം. വെറ്റിലപ്പാറ ക്ഷീരോത്പാദക സഹകരണ സംഘം. അപ്പൊ ചങ്കളെ നമ്മളെ നാട്ടിൽ നിന്നുള്ള വെറ്റിലപ്പാറപ്പൊക്കെ ഒരു പൂതി, വെറ്റിലപ്പാറയാണ് കാണണം, വെറ്റിലപ്പാറ കാണണം എന്നുള്ളത് ആ പൂതിയാണ് തീർത്തു കൊടുത്തേക്കണേ. അപ്പൊ ഇനി അടുത്ത എന്തെങ്കിലും ഒരു പൂതി പറയുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ? അതെ. അപ്പോൾ എപ്പോഴും പറയണ പോലെ നമുക്ക് അടുത്ത കിഡിലൻ വീഡിയോ ആയിട്ട്. ഒരു വീട്ടിലാണ്ട് 3 EV ഇലക്ട്രിക് കാറുകൾ. നമുക്കിത് മാറ്റിന്റെ ഇലക്ട്രിക് എടുക്കേണ്ടി വരുമോ? എടുക്കണം അല്ലേ? അവിടേക്ക് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ എന്താ ആ സാധനം. നമുക്ക് മാവും തൈ എന്തെങ്കിലും മേടിച്ചു. ശരി കേട്ടോ, ഇവിടെ എന്തൊക്കെയോ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ചങ്കളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.